Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. Today, I believe the Lord is going to do something marvelous in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. Recently, I collected a lot of comments from the comment boxes of YouTube and Facebook and other social media platforms. യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും ചില കമൻറ്റുകൾ ഞാൻ ഈ ദിവസങ്ങളിൽ ശേഖരിച്ചിരുന്നു. I just want to read a few. ഒന്ന് രണ്ടെണ്ണം വായിക്കാനായിട്ട് ഞാൻ This താല്പര്യപ്പെടുന്നു. is Mary Joseph saying, Jesus is so loving. മേരി ജോസഫ് പറയുന്നത് യേശു കർത്താവ് ഒത്തിരി സ്നേഹവാനാണ്. He's so free like a daddy. The more I hear this sermon, the more I am starting to love God. ഇപ്പോൾ ഈ സന്ദേശം എത്രത്തോളം ഞാൻ കേട്ടു അത്രത്തോളം ഞാൻ എൻ്റെ ദൈവത്തെ ഇപ്പോൾ സ്നേഹിക്കാൻ തുടങ്ങി. The more intimacy I have now to my daddy. ഇപ്പോൾ എൻ്റെ ഡാഡിയോട് എനിക്ക് വളരെയധികം അടുപ്പമുണ്ട്. The second one is from Mariama Michael. അടുത്തത് മറിയാമ്മ മൈക്കിളിൽ നിന്നാണ്. Thank you, Lord, my Almighty Father, for giving such a blessed message. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി And പറയുന്നു. thank you, Father. അത് മാത്രമല്ല പിതാവിന് നന്ദി പറയുന്നു. Neetu Ranjit is writing, നീതു രഞ്ജിത്ത് പറയുന്നത് great message, the everlasting strong bond I have with my Heavenly Father, and this is all I need. ഒരിക്കലും മാറ്റമില്ലാത്ത നിത്യത വരെയും നിൽക്കുന്ന ശക്തമായിട്ടുള്ള ഒരു ആത്മിക ബന്ധം എൻ്റെ പിതാവുമായിട്ട് എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. Wonderful comments. Thank you so much, all the commentators. അനുഗ്രഹിക്കപ്പെട്ട കമൻസുകളാണ്. ഇതുവരെ കമൻറ്റ് ചെയ്ത എല്ലാവർക്കുള്ള പ്രത്യേകമായി നന്ദി. And I expect you also to comment after the live is over in the comment box section. ലൈവ് കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ കമൻറ്റ് ബോക്സ് സെക്ഷനിൽ നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുവാൻ ഞാൻ ഓർമ്മിക്കുന്നു. Okay, let us pray for the sponsors. ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആദ്യത്തെ സ്പോൺസർ കൊല്ലത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. Thank you so much, well-wisher. കൊച്ചുമകൻ ജോൺ അശ്വിന് +2 എക്സാമിൽ ഉന്നത വിജയം ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Yes, Father. ഭാവി അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊച്ചുമകൾ എസ്തർ മേരിയുടെ വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Yes, Lord. അടുത്ത നമ്മുടെ സ്പോൺസർ എന്നുള്ളത് നെടുമുടിയിൽ നിന്ന് സിബിച്ചൻ ആണ്. Oh, അടുത്ത thank you, Sibijan. കർത്താവെ മാർച്ച് 19 അവസാന തീയതി പറഞ്ഞിരിക്കുന്ന ജപ്തി മാറിപ്പോകുവാൻ വേണ്ടി In the name ഞങ്ങൾ of ഒരുമിച്ച് Jesus. ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ മുഴുവൻ കടങ്ങൾ വീട്ടുവാനുള്ള സാമ്പത്തിക വഴികൾ തുറന്നു വരട്ടെ എന്ന് Yes, Father. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത നമ്മുടെ സ്പോൺസർ കണിയാപുരത്ത് നിന്ന് മിനിയാണ് അടുത്ത സ്പോൺസർ. Thank you so much, Minnie. കർത്താവെ വസ്തുവിന്മേലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകുവാനായിട്ട് ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം തന്നെ ലോൺ ലഭിക്കുവാനും ഭവനം പണിയുവാനും സ്വർഗത്തിലെ കർത്താവിൻ്റെ കരം അങ്ങ് നീട്ടിയതിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Thank you so much, all sponsors. എല്ലാ സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായി നന്ദി ഇപ്പോൾ അറിയിക്കുന്നു. And people all over the world, you can also be a part of this great mission. ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങളോടും ഞാൻ പറയട്ടെ, നിങ്ങൾക്കും ഈ മിഷന്റെ പങ്കാളിയായി I തീരാൻ encourage you also to become sponsors. ഇതിന്റെ സ്പോൺസേഴ്സ് ആയിട്ട് മാറാൻ ഞാൻ നിങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു. Please collect the details from the screen or from Blessing Today website. സ്ക്രീനിൽ നിന്നോ അല്ലെങ്കിൽ ബ്ലെസ്സിംഗ് ടുഡേ വെബ്സൈറ്റിൽ നിന്നോ അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുവാനായിട്ട് കൂടെ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. And today we'll continue with the study on the fatherhood of God after the praise and worship. പ്രൈസ് ആൻഡ് വർഷിപ്പിന് ശേഷമായിട്ട് പിതാവിന്റെ സ്വർഗീയ പിതാവിന്റെ പിതൃത്വത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ കൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്, യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. സന്തോഷമുള്ളവർ ഒന്ന് കൈകളടിച്ച് പാടാമോ? Amen. എന്റെ പ്രാണപ്രിയനേ, പ്രത്യാശകരനേ, നിന്റെ വരവ് നിനക്കുമ്പോൾ എനിക്ക് ആനന്ദമേറെയുണ്ട്. എന്റെ പ്രാണപ്രിയനേ, പ്രത്യാശകരനേ, നിന്റെ വരവ് നിനക്കുമ്പോൾ എനിക്ക് ആനന്ദമേറെയുണ്ട്. ഓ, ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്, യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്, യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. നമ്മുടെ ആഗ്രഹമല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ, എന്നാൽ ദൈവത്തിൻ ആഗ്രഹമല്ലോ ഏറ്റവും നല്ല അനുഗ്രഹം. നമ്മുടെ ആഗ്രഹമല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ,
എന്നാൽ ദൈവത്തിന്റെ ആഗ്രഹമല്ലോ ഏറ്റവും നല്ല അനുഗ്രഹം. ആയതിനാലെ കന്മഷം നീക്കി കർത്തനെ നോക്കിടാം, സ്വർഗീയ താതന്റെ ഇഷ്ടങ്ങൾ ചെയ്ത് സ്വർപ്പുരം പൂകിടാം. ആയതിനാലെ കർത്തനെ നീക്കി കർത്തനെ നോക്കിടാം, സ്വർഗീയ താതന്റെ ഇഷ്ടങ്ങൾ ചെയ്ത് സ്വർപ്പുരം പൂകിടാം. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്, യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഓ ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്, യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്, യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേ. ഓ ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്, യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. എന്റെ യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. In the relationship with God, people have mainly two mentalities. പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ജനങ്ങൾക്ക് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള മെന്റാലിറ്റിയാണ്. One is slave mentality and the other is son mentality. അതിൽ ഒന്നാമത്തേത് ദാസ്യ മനോഭാവം എന്ന് പറയും, രണ്ടാമത്തേത് പുത്ര മനോഭാവം എന്ന് പറയും. What do you mean by the slave mentality? എന്താണ് ഒരു ദാസ്യ മനോഭാവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? It is a mentality that thinks you are a slave to somebody or someone, especially to God in this context. ഈ കാര്യത്തിൽ നിങ്ങളുടെ അകത്ത് നിങ്ങൾ ആരുടെയോ ആർക്കോ വേണ്ടിയിട്ടുള്ള ഒരു അടിമയാണ്, അല്ലെങ്കിൽ ഒരു അടിമ മനോഭാവം, അത് പ്രത്യേകിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്കുണ്ടാകുന്നു. You don't have an inner freedom. നിങ്ങളുടെ ആന്തരികമായിട്ട് നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം You feel that you are under the yoke of someone. ആരുടെയോ നുകത്തിന്റെ കീഴിലാണ് നിങ്ങളെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. You think that God is a big, huge personality, omnipotent God, a big being, but you are a slave to that entity. നിങ്ങൾ ചിന്തിക്കുന്നു ദൈവം സർവശക്തനായ അത്യുന്നതനായിട്ടുള്ള ദൈവം, എന്നാൽ അവന്റെ മുൻപിൽ നിങ്ങൾ തുലോം ചെറുതാണ് എന്ന് പറയുന്ന ഒരു കൊച്ചു ചിന്താഗതി. And you are ruled over by a great power. അത് മാത്രമല്ല വലിയൊരു ശക്തിയാൽ, നിങ്ങൾ ആരുടെയോ വലിയ ശക്തിയാൽ നിങ്ങൾ ഭരിക്കപ്പെടുന്നു, You are under the control of someone. ആരുടെയോ നിയന്ത്രണത്തിന് കീഴിൽ നിങ്ങളായിത്തീരുന്നു. And you dance to the tune of somebody. ആരുടെയോ താളത്തിനനുസരിച്ച് നിങ്ങൾ നൃത്തം ചവിട്ടുന്നു. People of Israel struggled with this mentality, slave mentality, for many centuries. അനേക നൂറ്റാണ്ടുകൾ ഇസ്രായേൽ മക്കൾ ഇതേ മനോഭാവത്തിലൂടെ ജീവിച്ചവരായിരുന്നു. Leviticus 26 and verse number 13. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം. God says, I am the Lord your God who brought you out of Egypt so that you would no longer be slaves to the Egyptians. I broke the bars of your yoke and enabled you to walk with the head held high. നിങ്ങൾ മിസ്രയീമ്യർക്ക് അടിമകളാകാതിരിപ്പാൻ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കി. See the heart of God here. ഇവിടെ ദൈവത്തിന്റെ ഹൃദയത്തെ ഒന്ന് കാണാമോ? God says, I am the Lord your God. അവിടെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു. And I brought you out of Egypt. അത് മാത്രമല്ല ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്നാണ് പുറത്തു കൊണ്ടുവന്നത്. Mizraim, the word Mizraim means the house of bondage. മിസ്രയീം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അടിമ വീട് എന്നുള്ളതാണ്. So I brought you out of Mizraim so that you would no longer be slaves to them. ഇവിടെ കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു, ഇനി അതുകൊണ്ട് നിങ്ങൾ ഇനി അടിമകളല്ല. So I broke the bars of your yoke. ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ എല്ലാം ഒടിച്ചിരിക്കുന്നു. And I enabled you to walk with heads held
high. അതുമാത്രമല്ല നിങ്ങളുടെ തല ഉയർത്തി നിവർന്ന് നടക്കുമാറാക്കുന്നത് ഞാനാണ്. God is speaking to you right now. ദൈവം നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നു. God is the lifter of your head. നിങ്ങളുടെ തലകളെ ഉയർത്തുന്നവൻ ദൈവമാണ്. I feel like Holy Spirit telling you that God is going to liberate you from the clutches of the enemy, from the bondages and the slavery of all the enemies, and God is going to set you free so that you can hold your head high. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ നിങ്ങളുടെ തലകൾ താണിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തലകൾ ഉയർത്തിയിരിക്കുന്ന തലത്തിലേക്ക് കർത്താവ് നിങ്ങളെ ഉയർത്തുകയാണ്. കാരണം അവൻ ഉയർന്നിരിക്കുന്ന ദൈവമത്രേ. So God is making it very clear. I am not a Pharaoh, I am your father. അതുകൊണ്ട് ദൈവം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഫറവോനല്ല, മറിച്ച് ഞാൻ നിങ്ങളുടെ പിതാവാണ്. Pharaoh is a taskmaster. ഫറവോൻ എന്ന് പറയുന്നത് ടാസ്ക് നൽകുന്ന ഒരു അടിമ വേല ചെയ്യിപ്പിക്കുന്ന ഒരു യജമാനനാണ്. But the father is a loving personality. എന്നാൽ പിതാവ് എന്ന് പറയുന്ന സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ്. Hallelujah. ഹല്ലേലൂയ. So God says, I'm going to liberate you. അതുകൊണ്ട് ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ വിടുവിക്കാൻ പോകുകയാണ്. So if you want to come out of that slave mentality, you have to see God not as a Pharaoh but as a father. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആ ഒരു മെന്റാലിറ്റിയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ നിങ്ങൾ കർത്താവിനെ ദൈവമായി കാണുക, ഒരിക്കലും അവനെ ഫറവോനായിട്ട് കാണരുത്. But the problem with the Israelites was that they were under the reign and rule of the Pharaoh for 430 years. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ള പ്രശ്നമുള്ള 430 വർഷത്തോളം അടിമത്വത്തിന്റെ കീഴിൽ ആയിരുന്നു അവർ. So generation after generation they were slaves. ആ തലമുറകളായിട്ട് അവർ അടിമകളായിരുന്നു. Slaves were born to slaves. ദാസന് ജനിക്കുന്നത് ദാസൻ തന്നെ. So all these people, generation after generation, the slave mentality was deep rooted in them. ഓരോ തലമുറകൾ കഴിയും തോറും ഈ ഒരു അടിമത്വത്തിന്റെ മനോഭാവം അവരുടെ ഹൃദയത്തിനകത്ത് വേരൂന്നിയിരുന്നു. So God had to take them out of that slave mentality. ദൈവം അവരെ ആ ഒരു അടിമത്വത്തിന്റെ മനോഭാവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ തീരുമാനിച്ചു. God wants to give us a son mentality. ദൈവം നിങ്ങൾക്ക് ഒരു പുത്രത്വ മനോഭാവം ഉണ്ടാകുവാൻ വേണ്ടി God wants to give us a father-son or a father-daughter relationship. ദൈവം നമുക്ക് ഒരു പിതാവ് പുത്രൻ അല്ലെങ്കിൽ പിതാവ് പുത്രി എന്ന് പറയുന്ന ഒരു ബന്ധം ഉളവാക്കുവാൻ ആഗ്രഹിക്കുന്നു. This is modeled in the relationship between God the Father and God the Son. ഇത് സ്വർഗീയ പിതാവിന്റെയും അതുപോലെ സ്വർഗീയ പിതാവാം ദൈവത്തിന്റെയും പുത്രനാം ദൈവത്തിന്റെയും ഒരു മാതൃകയാണിത്. So when Jesus had just got baptized and he was praying, the heaven opened and they heard a sound, "This is my beloved son," not a slave. ആമേൻ. യേശു കർത്താവ് സ്നാനമേറ്റ സമയത്ത് അവിടെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായപ്പോൾ അവിടെ കേട്ട ശബ്ദം ഇതായിരുന്നു, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ എന്നുള്ളതായിരുന്നു, പ്രിയ ദാസൻ എന്നുള്ളതായിരുന്നില്ല. He had not done any ministry. അതുവരെയും അവൻ ഒരു ശുശ്രൂഷയും He ചെയ്തിട്ടില്ല. had not cast out any demon. ഒരു പിശാചിനെയും അവൻ He പുറത്താക്കിയിട്ടില്ല. had not performed any miracle. ഒരു അത്ഭുതവും അവൻ ചെയ്തിട്ടില്ലായിരുന്നു. Even without doing any ministry, God the Father said, "This is my beloved son." ആമേൻ. അവൻ ഒരു ശുശ്രൂഷയും ചെയ്യുന്നതിന് മുന്നമേ തന്നെ ദൈവം തമ്പുരാൻ അവനെ നോക്കി വിളിച്ചു പറഞ്ഞത്, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ എന്നുള്ളതാണ്. This is exactly what the Father expects from us also. ഓർക്കുക, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് പിതാവ് പ്രതീക്ഷിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ്. We should have that son mentality നമുക്ക് എല്ലാവർക്കും പുത്രത്വ മനോഭാവം ഉണ്ടായിരിക്കണം. because he has a father's mentality. കാരണം അവന് പിതാവിന്റെ മനോഭാവം ഉള്ളത് കൊണ്ടാണ്. This is why in John chapter 1 and verse number 12, ഇതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വചനത്തിൽ പറയുന്നത്, "Yet to all who received him, to those who believed in his name, he gave the right to become children of God." അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. So we are all children of God the moment we receive the Lord Jesus. അവർക്ക് യേശു കർത്താവിനെ സ്വീകരിച്ച ആ നിമിഷം മുതൽ നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളായി പൈതങ്ങളായി But മാറ്റപ്പെട്ടു. sometimes when we sin, we may feel like we are losing the sonship. എന്നാൽ ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ പുത്രത്വം നഷ്ടമായതുപോലെ നമുക്ക് തോന്നിപ്പോകും. This is well exemplified
in the parable of the prodigal son. ഇത് മുടിയനായ പുത്രന്റെ ഉപമയിൽ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. The son number 2, the younger one, lived a wayward life, squandered money, and he came back a shattered, battered form. But he thought that I am like a slave, I am like a servant in the family, not even a son. രണ്ടാമത്തെ മകൻ മുടിയൻ പുത്രന്റെ ഉപമയിലുള്ള രണ്ടാമത്തെ മകൻ തൻ്റെ വസ്തുവകളെല്ലാം നാനാവിധമാക്കി കഴിഞ്ഞതിന് ശേഷം അവൻ മടങ്ങി വരുമ്പോൾ അവനൊരു അടിമയെപ്പോലെ ആ ഭവനത്തിലേക്ക് കയറണമെന്നാണ് ചിന്തിച്ച് ഒരിക്കലും അവനൊരു പുത്ര മനോഭാവം അല്ലെങ്കിൽ പുത്രൻ എന്ന് പറയുന്ന കാര്യം അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നില്ല. The father never said that. എന്നാൽ പിതാവ് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. Father never said, you have squandered all the money, you be a slave here, you be a servant here, go out. പിതാവ് ഒരിക്കലും നീ എൻ്റെ വസ്തുവകളെല്ലാം നാനാവിധമാക്കി കളഞ്ഞതുകൊണ്ട് നീ ഇവിടെ ഒരു അടിമയായിട്ട് ഇരുന്നാൽ മതി, നീ ഒരിക്കലും എൻ്റെ പുത്രനല്ല എന്ന് പിതാവ് പറഞ്ഞിട്ടില്ല. So the sonship is not connected to performances or what you do in your life. Sonship is because you are born of the Father, not because of your performance or grade or rank or anything. ഓർക്കുക, അതുകൊണ്ട് പുത്രത്വം എന്ന് പറയുന്നത് ആരുടെയും പെർഫോമൻസിൽ നിന്നോ റാങ്കിൽ നിന്നോ ഗ്രേഡിൽ നിന്നോ ഉളവാകുന്നതല്ല, മറിച്ച് നിങ്ങളുടെ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുന്നതാണത്. A son is always a son. ഓർക്കുക, ഒരു പുത്രൻ എല്ലായ്പ്പോഴും അത് പുത്രൻ തന്നെ. Normally he cannot lose that sonship. ഒരിക്കലും സാധാരണയായിട്ട് ആ പുത്രത്വം അവന് നഷ്ടമാകും. Relationship can be broken, but the son is son, the father is father. ബന്ധങ്ങൾക്കിടയിൽ ഒരു പക്ഷേ വിച്ഛേദനമോ വിള്ളലോ ഉണ്ടായിരിക്കാം, പക്ഷേ പിതാവ് പുത്രൻ, പുത്രൻ എന്ന് പറഞ്ഞാൽ എക്കാലത്തും പുത്രൻ തന്നെയാണ്. When we come to the second part of that parable, ഈ ഒരു ഉപമയുടെ രണ്ടാം ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ, I mean Luke chapter 15, അത് ഞാൻ ഉദ്ദേശിച്ച ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ്. and verse number 25 up to 32, അതിന്റെ 22 മുതൽ 32 വരെയുള്ള വേദവചനങ്ങളിൽ there is the scene 2 of this drama. ഈ ഒരു നാടകത്തിന്റെ രണ്ടാം ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. 25, meanwhile the older son was in the field. When he came near the house, he heard music and dancing. 25-ാമത്തെ വചനം, അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു, അവൻ വന്ന് വീടിനോട് അടുത്തപ്പോൾ വാദ്യവും നൃത്താഘോഷവും കേട്ടു. He called one of the servants and asked him what was going on. ബാല്യക്കാരിൽ ഒരുത്തിനെ വിളിച്ചിട്ട് ഇതെന്ത് എന്ന് ചോദിച്ചു. Your brother has come, he replied, and your father has killed the fattened calf because he has come back safe and sound. 27-ാമത്തെ വചനം, അവൻ അവനോട് നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയതുകൊണ്ട് തടിപ്പിച്ച കാളക്കുട്ടി അറുത്തു എന്ന് പറഞ്ഞു. Now listen to this. The older brother became angry and refused to go in. So his father went out and pleaded with him. അപ്പോൾ അവൻ കോപിച്ചു, അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. So what is happening here? ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? The older son, the elder one, who was with the father always, is now out of the house. ഇപ്പോൾ മൂത്ത മകൻ എല്ലാ കാലത്തും പിതാവിനോട് കൂടെ നിന്നവൻ ഇപ്പോൾ വീടിന് വെളിയിലായി. The lost son is found, but the son in the house is lost. നഷ്ടപ്പെട്ട ആ മകൻ ഇപ്പോൾ കണ്ടെത്തി വീടിനകത്ത് കയറിയപ്പോൾ വീട്ടിനകത്ത് ഉണ്ടായിരുന്ന മകൻ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. Coming to verse number 29, but he answered his father, look, all these years I have been slaving for you and never disobeyed your orders, yet you never gave me even a young goat so I could celebrate with my friends. അവൻ പിതാവിനോട് പറഞ്ഞു, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല, എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. See, not especially not his words, I have been slaving for you. He was like a slave living in the family. He's a son, but the older one, he was living like a slave. എന്നാൽ ഇവിടെ ഈ മൂത്ത മകൻ പറയുന്ന പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ നിന്നെ സേവിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ ദാസനായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അവൻ ഭവനത്തിനകത്ത് ഇത്രയും നാളുണ്ടായത് ഒരു ദാസ്യ മനോഭാവത്തിലായിരുന്നു, ഒരിക്കലും പുത്രത്വ മനോഭാവത്തിലല്ല താൻ ജീവിച്ചിരുന്നത്. So you can see a lot of contradictions between son 1 and son 2. ഇവിടെ പുത്രൻ, ഒന്നാമത്തെ പുത്രനും അതുപോലെ രണ്ടാമത്തെ പുത്രനും തമ്മിലുള്ള ഒത്തിരി വിരോധാഭാസങ്ങൾ നമുക്ക് കാണാം. Son 1, the older one, was a religious guy. ഒന്നാമത്തെ പുത്രൻ അല്ലെങ്കിൽ മൂത്ത പുത്രൻ എന്ന് പറയുന്നത് അത് മതപരമായ
ചിട്ടവട്ടങ്ങളിൽ ജീവിക്കുന്നവനാണ്. He never had a heart-to-heart relationship with the Father. സ്വർഗീയ പിതാവുമായിട്ട് അല്ലെങ്കിൽ പിതാവുമായിട്ട് ഹൃദയത്തിനനുസരിച്ചിട്ടുള്ള ഒരു ബന്ധം അവന് ഇല്ലായിരുന്നു. But the second son, even though he had a lot of shortcomings in his life, he repented of his sins and he came to the Father. He had a heart-to-heart relationship with the Father. എന്നാൽ രണ്ടാമത്തെ പുത്രൻ എന്ന് പറയുന്നത് അവൻ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്ന് തൻ്റെ പിതാവുമായിട്ടുള്ള ആത്മബന്ധം, ഹൃദയബന്ധം അവൻ സ്ഥാപിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് So the second one is a relationship guy. അതുകൊണ്ട് രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്ന ബന്ധങ്ങളിൽ ഊന്നി ജീവിക്കുന്നവനാണ്. First one a religious guy, the second one a relationship guy. ആദ്യത്തെ വ്യക്തി എന്നുള്ളത് ഒരു റിലീജിയസ് ആയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ മതപരമായ ചട്ടക്കൂടിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെങ്കിൽ രണ്ടാമത്തെ വ്യക്തി ബന്ധങ്ങളിൽ അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. What about you? എന്താണ് നിങ്ങളുടേത്? In a religious way you can see God. മതപരമായ രീതിയിലും നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ In a സാധിക്കും. religious way you can consider God as your creator. മതപരമായ രീതിയിൽ നിങ്ങൾക്ക് ദൈവത്തെ നിങ്ങളുടെ സൃഷ്ടാവായിട്ട് കണക്കൂട്ടാൻ But സാധിക്കും. you can never enjoy his fellowship. എന്നാൽ അവന്റെ കൂട്ടായ്മ നിങ്ങൾക്ക് ഒരിക്കലും ആസ്വദിക്കാൻ സാധ്യമല്ല. But throw away that religion and take up a relationship with the Father and you will enjoy his intimacy. അതുകൊണ്ട് നിങ്ങളുടെ ബന്ധത്തിന് വിള്ളലേൽപ്പിക്കുന്ന ഇത്തരത്തിലുള്ള മതപരമായ കാര്യങ്ങളിൽ നിന്നും വിട്ടുമാറി നിന്നുകൊണ്ട് ദൈവമായിട്ട് പിതാവുമായിട്ട് ബന്ധത്തിലേർപ്പെടുന്ന ശക്തമായ ബന്ധത്തിലേക്ക് മടങ്ങി വരിക. So the elder son was like a slave. The youngest son was like a son, a real son. ഓർക്കുക, മൂത്ത പുത്രൻ എന്നുള്ളത് അവനൊരു ദാസനെ പോലെയാണ് ജീവിച്ചതെങ്കിൽ രണ്ടാമത്തെ പുത്രൻ അവനൊരു പുത്രനെ പോലെയാണ് ജീവിക്കുന്നത്. Hallelujah. This is the difference. ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. So today the Holy Spirit wants to break all slave mentality. ഇന്ന് പരിശുദ്ധാത്മാവ് എല്ലാ തരത്തിലുള്ള ദാസ്യ മനോഭാവങ്ങളെ പൊട്ടിച്ചു മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. I tell you, you are not a slave, you are a son to God. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങളൊരു അടിമയല്ല, പകരം നിങ്ങൾ ദൈവത്തിന്റെ പുത്രനും പുത്രിയുമാണ്. Shout hallelujah. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. Father, we thank you for this privilege and position. കർത്താവേ, നീ നൽകിയ ഈ ഭാഗ്യത്തിനായിട്ട്, ഈ സ്ഥാനങ്ങൾക്കും ഒക്കെയായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. Let's always remain in that sonship. കർത്താവേ, ഓരോ വ്യക്തിയും ആ ഒരു പുത്രത്വത്തിൽ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Father, break all the slave mentality in people. കർത്താവേ, ജനങ്ങളിലുള്ള എല്ലാ ദാസ്യ മനോഭാവങ്ങളിൽ നിന്നും ഒരു വലിയ വിടുതൽ അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. Let's listen to one testimony. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ടെസ്റ്റിമണി നമുക്ക് കേൾക്കാം. Praise the Lord, Pastor. I'm Joan Joseph from Navi Mumbai, and I sent a prayer request for me to get a good job, and I finally got a very good job, and I praise Lord Jesus Christ for giving me a very good job. Thank you all for praying for me. Thank you, Pastor. Thank you all the ministers for praying for me. Amen. So many people are unemployed, they are hunting for jobs. ഒത്തിരി ആളുകളും ജോലിയില്ലാതെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. Even the young lions may remain hungry, but if you seek the Lord, you will lack no good thing in your life. ബൈബിൾ പറയുന്ന ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. Thank you, Jesus. Father, right now I pray for all the unemployed young people. കർത്താവെ, ഇപ്പോൾ ജോലിയില്ലാത്ത ഓരോ വ്യക്തികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Give them the right placement as early as possible. കർത്താവെ, അവരുടെ ജീവിതത്തിൽ ശരിയായ കർത്താവെ ജോലികൾ എത്രയും പെട്ടെന്ന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. And I pray for sick people right now. അപ്പോൾ തന്നെ രോഗികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. Somebody is getting healed from hernia. ആരോ ഹെർണിയ എന്ന് പറയുന്ന അസുഖത്തിൽ നിന്ന് പൂർണ്ണമായി പുറത്തു വരികയാണ്. In Jesus' name I pray against all kinds of cancer. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ എല്ലാ തരത്തിലുള്ള ക്യാൻസറുകൾക്കും എതിരെ ഞാനിപ്പോൾ വരികയാണ്. And I pray for the healing of brain tumor. അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമറിന്റെ സൗഖ്യം ഉണ്ടാകേണ്ടതിനായി ഞാനിപ്പോൾ And പ്രാർത്ഥിക്കുന്നു. all other serious illnesses അതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള സകലവിധ രോഗങ്ങൾ be healed in Jesus' name. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. I request all of you to stretch forth your hands right now. ഈ സമയത്ത് നിങ്ങളുടെ കൈകൾ എല്ലാ പ്രിയപ്പെട്ടവരും നീട്ടുവാനായിട്ട് ഞാൻ നിങ്ങളോട് Father, ആവശ്യപ്പെടുകയാണ്. in Jesus' name I release deliverances and breakthroughs in different areas of their life. കർത്താവെ, ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ വിടുതലുകളും അനുഗ്രഹങ്ങളും രോഗസൗഖ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ In പ്രാർത്ഥിക്കുന്നു. Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. Amen. Today is Friday and we are going to have a healing crusade this evening.
ഇന്ന് വൈകുന്നേരം നമുക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഹീലിംഗ് ക്രൂസേഡ് നടക്കുന്നു. You can bring in others on Zoom application. നിങ്ങൾക്കും അതുപോലെ മറ്റുള്ളവർക്കും സൂം ആപ്ലിക്കേഷനിലേക്ക് വരുവാൻ And we സാധിക്കും. will be praying for all the sick people. എല്ലാ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. And not only that, you can watch this global healing crusade on YouTube and Facebook. അത് മാത്രമല്ല യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഈ ഗ്ലോബൽ ഹീലിംഗ് ക്രൂസേഡ് നിങ്ങൾക്ക് വീക്ഷിക്കാൻ സാധിക്കും. Thank you so much for watching today's episode. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായി നന്ദി. And if you have no prayer diary and if you have no money to buy a prayer diary, some brothers and sisters have sponsored a prayer diary for you. നിങ്ങളുടെ കയ്യിലൊരു പ്രയർ ഡയറി ഇല്ല, എന്നാൽ വാങ്ങാൻ ആഗ്രഹമുണ്ട്, കയ്യിൽ പൈസയും ഇല്ല, അങ്ങനെയുണ്ടെങ്കിൽ ആരൊക്കെയോ ചില സഹോദരിമാർ നിങ്ങൾക്ക് വേണ്ടി പ്രയർ ഡയറി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. So what you have to do is you have to send in the full address to the mobile number that is shown on the screen. നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് നിങ്ങളുടെ പൂർണ്ണ മേൽവിലാസം അയച്ച് നൽകുക. And God bless you. See you tomorrow. Bye-bye. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഒരുമിച്ച് കാണാം. ബൈ. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്, യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. നമ്മുടെ ആഗ്രഹമല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ, എന്നാൽ ദൈവത്തിൻ ആഗ്രഹമല്ലോ ഏറ്റവും നല്ല അനുഗ്രഹം. നമ്മുടെ ആഗ്രഹമല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ, എന്നാൽ ദൈവത്തിൻ ആഗ്രഹമല്ലോ ഏറ്റവും നല്ല അനുഗ്രഹം. ആയതിനാല് കന്മഷം നീക്കി കർത്തനെ നോക്കിടാം, സ്വർഗീയ താതന്റെ ഇഷ്ടങ്ങൾ ചെയ്ത് സ്വർപ്പുരം പൂകിടാം. ആയതിനാല് കർത്തനെ നീക്കി കർത്തനെ നോക്കിടാം, സ്വർഗീയ താതന്റെ ഇഷ്ടങ്ങൾ ചെയ്ത് സ്വർപ്പുരം പൂകിടാം. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്, യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്, യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്, യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്, യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെ